എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഇത് വെച്ചിട്ടുള്ള ക്രാഫ്റ്റാണ് കേട്ടോ. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെന്താണെന്ന് അറിയോ? കുറച്ച് പേർക്കെങ്കിലൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഗ്രേപ്സ് അല്ലെങ്കിൽ മുന്തിരിയുടെ അത് വരുന്ന ആ ഒരു കൊലയായിട്ട് വരുന്നില്ലേ, അവിടുത്തെ അതിൻ്റെ കഴിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള കമ്പാണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ കമ്പ് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കമ്പ് എടുത്തിട്ട് നമ്മൾ ഗ്രേപ്സ് കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഈ കമ്പ് നമ്മൾ നന്നായിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ ഒരു 1-2 ദിവസത്തിനുള്ളിൽ ഇത് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ദിവസം ഉണക്കിയെടുത്ത ഇതാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ കമ്പ് നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മളിതിൽ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ട്രീ പോലെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രീൻ കളർ കൊടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രീൻ കളർ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സിലൊക്കെ ഇങ്ങനെ ഉണങ്ങിയ ട്രീസ് പോലെ കാണില്ലേ, അങ്ങനത്തെ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാതെയും യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ അക്രിലിക് പെയിൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. വാട്ടർ കളർ ഒഴിച്ച് അക്രിലിക് ഓയിൽ പെയിൻ്റ് ഒക്കെ യൂസ് ചെയ്യാം. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ പെയിൻറ്റ് ഇല്ലെങ്കിൽ നെയിൽ പോളിഷ് ആയാലും എടുത്ത് അടിക്കാം കേട്ടോ. അപ്പോൾ പിന്നെ പറഞ്ഞല്ലോ, പെയിൻറ്റ് ഇല്ലെങ്കിൽ പോളിഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഒരു ബ്രൗൺ കളർ, ആ ഉണങ്ങിയ കളർ വെച്ചിട്ടായാലും നമുക്കിത് ചെയ്യാം. അപ്പോൾ ഈ ഇത് പെയിൻറ്റ് ചെയ്ത് വെക്കുക, ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം അതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് ഉണങ്ങാൻ വെക്കാം. ഇതാ നമ്മുടെ ഇതിവിടെ പെയിൻ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എന്താണ് ഇതിന് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു ചെടിയുടെ എഫക്റ്റൊക്കെ ഉണ്ട് അല്ലേ, അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതുമ്പോൾ കുറച്ച് പൂക്കളും കൂടെ ഉണ്ടാക്കി കൊടുക്കാം അല്ലേ. അപ്പോൾ പൂക്കൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പൂക്കൾ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ ആ ഗ്രേപ്സ് ഇരുന്നിരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, നമ്മളുടെ മുന്തിരി ഇങ്ങനെ പിടിച്ചിരുന്നിരുന്ന ഭാഗങ്ങൾ, അവിടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ബോൾ പോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് ഗ്ലൂ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫാബ്രിക് ഗ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നത്, അത് കുറച്ച് തിക്കാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഫെവിക്കോളൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നാലും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ബോൾ പോലെ ഇങ്ങനെ നമ്മൾ കൊടുക്കുക. ഇപ്പോൾ കാണുന്നില്ലേ, നിങ്ങൾക്കൊന്ന് സൂം ചെയ്തപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് ബോൾ പോലെ കൊടുത്തെടുക്കുകയാണ് കേട്ടോ. ഒരു എല്ലാതും കൂടെ ഒന്നിച്ച് ചെയ്യേണ്ട, കുറച്ച് സ്ഥലങ്ങൾ നമ്മളിങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ഇനി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് കൊടുക്കാം, നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് കൊടുക്കാൻ നോക്കാം. പറ്റാവുന്നിടത്തൊക്കെ കൊടുക്കാം, ബാക്കി നമുക്ക് പിന്നെ കൊടുക്കാം കേട്ടോ. ഒരു സെക്ഷനിൽ വരുന്നിടത്ത് ഫുള്ളായിട്ട് നമ്മളിപ്പോൾ ഒരു ഇങ്ങനെ ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ബോൾ പോലെ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് കട്ടിക്ക് കൊടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ കൊടുക്കുന്നത് എല്ലായിടത്തും കൊടുക്കുന്നില്ല, നമ്മൾ ആ ഗ്രേപ്സ് ഇരുന്നിരുന്ന ആ ഭാഗങ്ങളുണ്ടല്ലോ, അവിടെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കളറ് ഗ്ലിറ്ററാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലിറ്റർ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇടണമെങ്കിൽ ഒരു പേപ്പർ വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും നമ്മൾ അതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ബോട്ടിലിനകത്തല്ല ഒരു ബോക്സിൽ ഗ്ലൂ ഇട്ടിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് അതത്ര സുഖമായിട്ട് തോന്നിയില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്ലൂ ആ ഒരു ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന എഫക്റ്റ് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്കിങ്ങനെ ഒരു പേപ്പറിലൊക്കെ ഇട്ടിട്ട് പതുക്കെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടെ നല്ലത് നമ്മളെപ്പോഴും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. എനിക്ക് അതാണ് കുറച്ചുകൂടെ ഇഷ്ടമായ. ഗ്ലിറ്റർ നമ്മളെ ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഗ്ലിറ്ററിന് പകരമായിട്ട് ചെറിയ ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ, ഷുഗർ ബീഡ്സ് നമുക്കിതിൽ കൊടുക്കാം. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം, ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് വലിയ ബീഡ്സാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ ബീഡ്സ് വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഓരോരോ ബീഡ്സ് ആ ഒരു ഗ്രേപ്സ് ഇരുന്നിരുന്ന ആ ഭാഗത്ത് തന്നെ കുത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 3 ഓപ്ഷൻസും ചെയ്യാം. ഞാനിപ്പോൾ ഗ്ലിറ്ററാണ് ചെയ്യുന്നത്, കുറച്ചുകൂടെ ഈസി അതാണ്. പിന്നെ ഷുഗർ ബീഡ്സ് ഒരുപാട് ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഈ 3 എണ്ണത്തിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ഏതും വെച്ചിട്ടും ഈ ഒരു സംഭവം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്ത ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുക ആ സ്റ്റെമ്മിൻ്റെ. പിന്നെ വീണ്ടും ഗ്ലിറ്റർ ഇടുക, വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക. അങ്ങനെ നമ്മൾ ഒരു സ്റ്റെമ്മ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ കുറച്ച്. അപ്പോൾ അത് ആദ്യം ഞാനൊരു വയലറ്റ് പർപ്പിൾ കളർ പോലത്തെയാണ് കൊടുത്തത്. പിന്നെ ഞാനിപ്പോൾ ഇതും ഒരു സിൽവർ കളറാണ് കേട്ടോ കൊടുക്കുന്നത്. ഗ്ലിറ്റർ സിൽവർ കളർ ഗ്ലിറ്ററും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ കൊടുക്കാം കേട്ടോ. നമുക്ക് ഗ്ലൂ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കുടഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു ഐസ്ക്രീം സ്റ്റിക്കാണ് കേട്ടോ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഗ്ലൂവിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടായാലും നമുക്ക് ഗ്ലിറ്റർ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടായാലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും എങ്ങനെയാണ് ഈസി എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. കൈ കൊണ്ട് ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, കൈമലൊക്കെ ഒട്ടിപ്പിടിച്ച് പ്രശ്നമാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെക്കണം. നമ്മുടെ ഇത് എന്തിലെങ്കിലും ഇങ്ങനെ ഒന്ന് മുകൾ ഭാഗം മുകളിലേക്ക് വരുന്ന വിധത്തിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക കേട്ടോ. തട്ടി കൊടുക്കരുത്. ഇപ്പോൾ
ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മളിത് ഇങ്ങനെ കൊട്ടി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ ഗ്ലൂ ഫുള്ളായിട്ട് ഗ്ലൂമെല്ലാം ഉള്ളതൊക്കെ പോവും. നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കാം. തട്ടിക്കൊടുക്കുമ്പോൾ ഇതിൻ്റെ എക്സ്ട്രാ ഉള്ളതൊക്കെ പോവും. ഗ്ലൂവിൻ്റെ അവിടെ ഇരുന്ന് മാത്രമാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും വെച്ചു. ഇനി നമുക്കിത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ട് ലുക്ക് നോക്കാം നമുക്ക്. അപ്പോൾ ഇതാ നമ്മുടെ ഇത് നന്നായി ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഗ്ലാസ് ബോട്ടിൽ വെറുതെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഒട്ടിച്ച് കുത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് കൊച്ചു കൊച്ചു ഫ്ലവേഴ്സ് പോലെയോ അല്ലെങ്കിൽ എന്താ പറയുക ബെറീസൊക്കെ ഇല്ലേ, കുഞ്ഞ് ബെറീസ് അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു എഫക്റ്റാണ് കേട്ടോ. ശരിക്കും നല്ല രസമാണ് കാണാനായിട്ട്, നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ നമ്മൾ ഗ്രേപ്സൊക്കെ കഴിച്ചിട്ട് ബാക്കി വരുന്ന ഈ കമ്പ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഗ്ലിറ്റർ ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ കുഞ്ഞ് ബീഡ്സോ അല്ലെങ്കിൽ വലിയ ബീഡ്സോ എന്തെങ്കിലും ഇല്ലാതിരിക്കില്ല. കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നണമെങ്കിൽ ഈ ഒരു സംഭവം തന്നെ ചെയ്യണം കേട്ടോ. എന്നാലാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇരിക്കുക. കണ്ടോ എത്ര ഭംഗിയായത് കാണാനായിട്ട്. ഈ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി അല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവർ എനിക്കൊന്ന് ഫോട്ടോസ് അയച്ചു തരണം. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഐഡിയിലോ ഈ ഫോട്ടോസ് അയച്ചു തരാവുന്നതാണ്. സെയിം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഐഡി തന്നെയാണ് കേട്ടോ, ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.